എയർ ഹോസ്റ്റസ് നിർത്താതെ വൊമിറ്റ് ചെയ്യുന്നു. അപ്പോൾ വെറും വെള്ളം മാത്രമാണ് വരുന്നത്. അവൾ സഹായത്തിനായി കൈനീട്ടുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. തറയിൽ വീണ് കുറച്ചു നേരത്തെ പിടച്ചിലുകൾക്ക് ശേഷം അവൾ മരിക്കുന്നു. അത് കണ്ട് പേടിച്ച കാറ്റിയ തന്റെ മകളെയും കൂട്ടി ആ ക്യാബിനിൽ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവൾ അവിടെ ഇരുന്ന ഒരു ആർട്ടിസ്റ്റിനെ നോട്ട് ചെയ്യുന്നത്. അയാൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി വരച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് ഷോക്കായ കാറ്റിയ ആ ബുക്ക് പിടിച്ചു വാങ്ങി മറ്റു ചിത്രങ്ങളും നോക്കുന്നു. അവിടെ നടന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ അയാൾ അതിൽ വരച്ചിരിക്കുന്നു. അപ്പോഴാണ് അവൾ അവസാനത്തെ പിക്ചർ കാണുന്നത്. അതിൽ ക്യാബിൻ ഡോറിൽ വ്യത്യസ്തമായ ഒരു രൂപം നിൽക്കുന്നു. അവൾ അത് നോക്കിക്കഴിഞ്ഞതും ആ ആർട്ടിസ്റ്റ് ചാരമായി മാറുന്നു. അത് കണ്ട് പേടിച്ച കാറ്റിയ തന്റെ മകളെയും കൂട്ടി വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ അവരുടെ ഒപ്പം യാത്ര ചെയ്തിരുന്ന ഒരാളും ഒരു എയർ ഹോസ്റ്റസും വന്ന് അവരെ തടയാൻ ശ്രമിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ആരോ വലിക്കുന്നത് പോലെ ആ എയർ ഹോസ്റ്റസ് അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. അത് കണ്ട് കാറ്റിയയും മകളും പേടിക്കുന്നു. പെട്ടെന്ന് അടുത്തു നിന്ന് ഇയാളുടെ തലയിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ബ്ലഡ് ഒഴുകാൻ തുടങ്ങുന്നു. കുറച്ചു സമയത്തിൽ തന്നെ അയാളും അവരുടെ കൺമുന്നിൽ വെച്ച് മരിക്കുന്നു. കാറ്റിയ സർവ്വശക്തിയും ഉപയോഗിച്ച് ക്യാബിൻ ഡോർ ഓപ്പൺ ചെയ്ത് മകളെയും കൊണ്ട് അടുത്ത ക്യാബിനിലേക്ക് വരുന്നു. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അടുത്ത ക്യാബിനിലേക്ക് വരുന്നു. അവിടെയും ഒഴിഞ്ഞു കിടക്കുന്നു. അത് കണ്ടതും കാറ്റിയയ്ക്ക് വിചിത്രമായി തോന്നുന്നു. കാരണം ആ ഫ്ലൈറ്റിൽ അവരുടെ ക്യാബിനിൽ ഒഴികെ മറ്റൊരു ക്യാബിനിലും യാത്രക്കാരുണ്ടായിരുന്നില്ല. വേറെയും ക്യാബിനുകൾ കടന്ന് ലാസ്റ്റ് ക്യാബിനിൽ എത്തിയപ്പോഴാണ് മകൾ തന്റെ ഒപ്പമില്ലെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് മകളുടെ ശബ്ദം ക്യാബിന്റെ മറുവശത്ത് നിന്ന് കേൾക്കുന്നു. കാറ്റിയ ആശ്വാസത്തോടെ നോക്കുമ്പോഴാണ് മറ്റൊരു ഷോക്കിംഗ് ആയ കാര്യം കാണുന്നത്. ആ ആർട്ടിസ്റ്റ് വരച്ചിരുന്നത് പോലെ ഒരു വലിയ നിഴൽ ക്യാബിന്റെ വാതിലിൽ നിൽക്കുന്നു. മകളെ രക്ഷിക്കുന്നതിനായി കാറ്റിയ ഓടുന്നു. അടുത്ത നിമിഷം തന്നെ അവൾക്ക് ചില വിഷ്വൽസ് കാണാൻ കഴിയുന്നു. അപ്പോഴാണ് തനിക്ക് നടന്ന ഫ്ലൈറ്റ് ആക്സിഡന്റിൽ തന്റെ പിന്നിലിരുന്ന മന്ത്രവാദിനി പറഞ്ഞ മന്ത്രം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും നേരം സംഭവിച്ചതെല്ലാം കാറ്റിയുടെ ഇമാജിനേഷൻ ആണ്. ആക്ച്വലി അവൾ 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവരുടെ ഫ്ലൈറ്റ് ക്രാഷ് ആവാൻ പോകുന്ന ടൈമിൽ ആ മന്ത്രവാദിനിയാണ് അവളെ രക്ഷിക്കുന്നതിനായി അങ്ങനെ ഒരു വിഷ്വൽ കാണിച്ചു കൊടുത്തത്. അങ്ങനെ കാറ്റിയ രക്ഷപ്പെടണമെങ്കിൽ 19ാമത്തെ റോയിലേക്ക് പോകണമെന്ന് മനസ്സിലാക്കി അമ്മയും കൂട്ടി അവിടേക്ക് പോകുന്നു. അമ്മയ്ക്കൊരു പരിക്ക് പറ്റി ബോധം നഷ്ടമായപ്പോൾ മറ്റൊരാൾ അവളെ സഹായിക്കുന്നു. നോക്കുമ്പോൾ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇമാജിനേഷനിലും അവിടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത്. അവസാനം 19ാമത്തെ റോയിൽ ഇരുന്നത് കൊണ്ട് കാറ്റിയയും അമ്മയും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു.